നമ്മുടെ നാട്ടിൽ പീഡനങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. നമ്മൾ നിരന്തരമായി പീഡനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ പ്രായപൂർത്തിയായിട്ടുള്ള വനിതകൾ, പ്രായപൂർത്തിയായ പുരുഷന്മാർ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സത്യമാണത്, നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സ്ത്രീകൾ മാത്രമല്ല, ആൺകുട്ടികളും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആൺകുട്ടികൾ ആണുങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത കാലം ഒരുപാട്, അതായത് കാലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അനിവാര്യത കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം പീഡനങ്ങൾക്കെതിരായി കൊണ്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ശാസ്ത്രലോകവും സൈക്കോളജിക്കലി ഈ കൗൺസിൽ ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്ന് തന്നെ കൊടുക്കണമെന്നാണ്. ഗുഡ് ടച്ച് പഠിപ്പിക്കണം, ബാഡ് ടച്ച് പഠിപ്പിക്കണം. എന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, ഏത് സമയത്താണ് സെക്സ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യാതിരിക്കേണ്ടത്, ആരോടൊപ്പമാണ് ചെയ്യേണ്ടത്, ഇനി ആര് ശരീരത്തിൽ ബാഡ് ടച്ച് ചെയ്താലും അത് പറയേണ്ടടുത്ത് പറയണമെന്നും, ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടായ സെക്ഷൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവർ അവബോധം അവരിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ ഇപ്പോഴും അത് ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ചില മതസംഘടനകളുടെ എതിർപ്പ് മൂലമാണ് സർക്കാർ അത് കൊണ്ടുവന്നെടുത്ത് വെച്ച് എന്ന് പൂട്ടി വെച്ചിരിക്കുന്നത്. പേര് പറയാനൊന്നും എനിക്ക് മടിയില്ല, കാരണം സമസ്ത പോലുള്ള ചില സംഘടനകളുടെ എതിർപ്പ് കൊണ്ടാണ്, മുസ്ലിം സംഘടനകളുടെ. ചില ആളുകളുടെ ധാരണ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സെക്സിനെ പറ്റി വിവരിക്കുക എന്നുള്ളതാണ്. അതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ലൈംഗിക വിദ്യാഭ്യാസത്തിന് അനിവാര്യത എത്രത്തോളം ഉണ്ട് എന്നാണ് ഗൗതം കരുതുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ട ഒരു അനിവാര്യതയാണ്. ചില തീരുമാനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എതിരെ എതിർപ്പുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചില സെമിറ്റിക് യുക്തിബോധമൊക്കെ കൊണ്ട് നടക്കുന്ന മതസംഘടനകളൊക്കെയാണ് രംഗത്ത് വരുന്നത്. അവരെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബുക്കാണ്. അവർക്ക് ആ ഒരു ചട്ടക്കൂടിനപ്പുറത്ത് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ അതിനപ്പുറത്ത് നിന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയില്ല. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കൊടിയ പാപമാണ്, നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അത്തരം ആളുകൾ അതിനപ്പുറത്ത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ വേദനിക്കുന്നു, ദുഃഖിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ, കുഞ്ഞുങ്ങളൊക്കെ പീഡനത്തിന് വിധേയമാവുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, 3 വയസ്സുള്ള കുഞ്ഞിനെ അച്ഛൻ പീഡിപ്പിക്കുന്നു, 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞിനെ അമ്മാവൻ പീഡിപ്പിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് ദൈനംദിന നമ്മൾ പത്രങ്ങളിലുമൊക്കെ വായിക്കുന്നത്. നോക്കിയാട്ടെ, നമ്മളെ പത്രങ്ങളിൽ അതായത് ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ ഇത്തരം വാർത്തകൾ നമ്മളെ പത്രത്തിൽ വരാതിരിക്കുന്നത്? എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പേജിൽ ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും. 70 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ 19 വയസ്സുകാരൻ പീഡിപ്പിക്കുന്നു. ഇത്തരം വാർത്തകളാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നതെന്ന് പറയുന്നത്. അത്രയും എന്തൊരു പൈശാചികതയാണ്. ആളുകളുടെ മനസ്സിനുള്ളിൽ ഇത്തരം പൈശാചികത, ഈ ലൈംഗിക ദാരിദ്ര്യം കടന്നു പിടിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു പൈശാചികത ആളുകളുടെ മനസ്സിലുണ്ട്. ഉള്ളിലൊരു മൃഗമുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട്. ആ മൃഗത്തെ അവൻ പുറത്തേക്ക് വിടുമ്പം ഇത്തരം രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയി തീരുകയാണ് അത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സെക്സ് എനർജി ഉണ്ട്. ആ എനർജി പല രീതിയിൽ ബ്ലോക്കായി കിടക്കുക ചെയ്യുന്നത്. അതിനെ നമ്മൾ തുറന്നു വിടണം. അതിന് യഥാർത്ഥത്തിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ പോലുള്ള സംഭവങ്ങൾ വേണം. സെക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ലൈംഗികത എന്ന് പറയുന്ന ഒരു സാധനം ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളൊരു ചിന്താഗതി ആളുകൾക്ക് വേണം. ഈ സെക്സ് അയ്യോ എന്തൊരു ഭയങ്കര മോശപ്പെട്ട സാധനമാണെന്നുള്ള രീതിയിലാണ്. അത് പൊതുവേദിയിലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ചായ കുടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയരുത്. അതൊക്കെ ഇരുണ്ട മുറിയിൽ ബെഡ്റൂമിൻ്റെ അകത്ത് മാത്രമേ ഇത് സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആൾക്കൂട്ടമൊന്നുമില്ലാതെ രഹസ്യമായ ചർച്ചകൾ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ പാടുള്ളൂ എന്നൊക്കെയാണ് അത്തരം ആളുകൾ കരുതുന്നത്. പക്ഷെ നമ്മൾ മീഡിയ മലയാളം, പക്ഷെ നമുക്കതിൽ അഭിമാനിക്കാം. മീഡിയ മലയാളം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ശരിയാണ്. കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ലൈംഗികപരമായിട്ടുള്ള ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ദൈനംദിന നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ അതിനടിയിൽ വന്നിട്ട് കമൻറ്റ് എഴുതുന്നുണ്ട്, ഇതൊക്കെയാണോ ചർച്ചാ വിഷയം, നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെയൊക്കെ ഈ ചിന്താഗതി മാറ്റാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നതെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിക്കും. കാരണം മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് സമൂഹത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ്. മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ
നല്ല രീതിയിൽ അവരുടെ ചിന്താഗതിയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു ഉദ്ദേശം മാധ്യമപ്രവർത്തകർക്കുണ്ട്. മാധ്യമപ്രവർത്തകർ പറയുന്നത് സമൂഹത്തിലൊരു ഡോക്ടറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ക്യാൻസറിനെ മാറ്റേണ്ട, മോശം ചിന്താഗതികളെയൊക്കെ മാറ്റേണ്ട ഒരു ഡോക്ടറാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ ലൈംഗിക ദാരിദ്ര്യം, ആളുകൾക്കിടയിലുള്ള ഈ ലൈംഗിക ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ധർമ്മമുണ്ട്. അതാണ് ശരിക്കും നമ്മൾ ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ താഴത്ത് വന്നിട്ട് ഇത്തരം ചർച്ചകൾ നടത്തുന്നതിൽ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ നിങ്ങൾ ചോദിച്ചോളൂ. അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു അത്തരം കമൻറ്റുകളെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിൽ ഗൗതം പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് എനിക്കൊരു സംശയമായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ സ്വാഭാവികമായൊരു പ്രക്രിയയാണ് സെക്സ് എന്നും ആ സെക്സിനെ പറ്റി ഇരുട്ടുമുറികളിൽ മാത്രമല്ല സംസാരിക്കേണ്ടതെന്നും പറയുമ്പോൾ 2 തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് സെക്സിനെ പറ്റി സംസാരിച്ചാൽ അവർ തമ്മിൽ സെക്ഷലായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു നാടാണിത്. അതിനെക്കാട്ടൊക്കെ അപ്പുറത്ത് നോർമലായ ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്ന സമയത്ത് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നോർമലായ കാര്യമാണെങ്കിൽ നാളെ എല്ലാ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് ഇതൊരു നോർമൽ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നിന്നും എങ്ങനെയും സെക്സ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന ഒരു വിമർശനം ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ധാരണ അങ്ങനെയാണ്. നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ സെക്സ് നോർമലായ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണെന്നും അതിനെ അങ്ങനെ പഠിക്കേണ്ടതാണോ എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത്, നാളെ ഏത് റോഡിൻ്റെ മുകളിൽ നിന്നും സെക്സ് ചെയ്യാമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം. യഥാർത്ഥത്തിൽ അതാണോ നോർമലായിട്ട് സെക്സിനെ പറ്റി പറയണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാവാത്തത് എന്താ? നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ് മുറികളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ടീച്ചർ പഠിപ്പിക്കുമ്പം, ബയോളജി സബ്ജക്റ്റിൽ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കുമ്പം കുട്ടികൾ ഇങ്ങനെ ഈ ലിംഗത്തിനെ പറ്റിയിട്ടും ഈ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചിരിക്കുന്നതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. എടുക്കാണ്ട് പോകും. അപ്പം ഇപ്പം പറഞ്ഞ പോലെ ഈ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സിനെ ഒരു നോർമൽ ആക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് റോഡരികിലും ഇരുന്നു കൊണ്ട് സെക്സ് ചെയ്യാം എന്നുള്ളതല്ല. ഒരു ഹെൽത്തി സെക്സ് എന്താണ് എന്ന് പഠിപ്പിക്കലാണ്. അതായത് എവിടെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് അതൊരു നല്ല സെക്സ് ആവുക തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസം ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ റോഡരികിൽ ഒരു പെണ്ണ് നിക്കറിട്ട് പോകുമ്പം അവളെ പോയി മാന്തണമെന്നും തോന്നില്ല. അല്ല, അതിൻ്റെ കൂടെ എങ്ങനെ ചെയ്യരുതെന്നും എവിടെ ചെയ്യരുതെന്നും ആരുടെ മേലേക്ക് കുതിര കയറരുതെന്നും കൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, കൃത്യമായിട്ടും അത് അത്തരം കാര്യങ്ങളുണ്ട്. അതായത് തെറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുന്ന കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നതെന്ന് അപ്പോഴും പറയും ഇവർ വന്നിട്ട്. അത് ശരി, അപ്പൊ നിങ്ങൾ CD ഇട്ട് കാണിച്ചു കൊടുക്കുകയാണോ? ഇതല്ല പറയുന്നത്. ഇത് നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയൊക്കെ നമ്മൾ നിയന്ത്രണം പാലിക്കണം, എവിടെയൊക്കെ നിയന്ത്രണം ഈ ചില സമയങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളും ഇപ്പോൾ സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എത്രയോ ചെറിയ പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്ന കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ? ഈ 17 വയസ്സിന് താഴെയുള്ള 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വിവാഹപ്രായം ഇതല്ല, എൻ്റെ വിവാഹപ്രായം 18 വയസ്സാണെന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. 2 സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്താണെന്നും HIV പോലുള്ള ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള രോഗങ്ങളെ തടയാൻ എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ് സുരക്ഷിതമായ സെക്സ് ഉണ്ടാകുന്നതെന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. 3ാമത്തത്, നമ്മളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾ മയക്കുമരുന്ന് തരികയോ നമ്മളെ പ്രലോഭിപ്പിക്കുകയോ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും രീതിയിൽ ചെയ്യുമ്പോൾ അത് പറ്റില്ല, എൻ്റെ സമ്മതവും എൻ്റെ ശരീരവുമാണ്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എവിടെ തുറണമെന്ന് മനസ്സിലാക്കലാണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ലേ? എന്ത് പറയാം? അതായത് പാർത്ഥം പറഞ്ഞ പോലെ തന്നെ 15 വയസ്സുള്ള ഒരു കുട്ടി സെക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവക്കറിയാം ഇതാണോ കറക്റ്റ് ഏജ്, ഇതാണോ, ഇങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരും എന്ന ബോധ്യം ആ കുട്ടിക്ക് ഉണ്ടാവുക. അത് ഉണ്ടാവുമ്പം ആ കുട്ടി ചെയ്യില്ല, കൺട്രോൾ ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ. അതിനപ്പുറം ഇപ്പൊ ഗർഭനിരോധന ഗുളികകൾ വാങ്ങി കുട്ടികൾ കൊടുക്കുന്ന ചില ബിരുദന്മാരുണ്ട്. അങ്ങനെ ഈ ഗർഭനിരോധന ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിനുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നത് ആ കുട്ടിയെ പഠിപ്പിച്ചാൽ ആ കുട്ടി അത് വാങ്ങി കഴിക്കും. ഏത് രീതിയിലാണ് ഇത് പ്രശ്നമാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുങ്ങളില്ല,
കുഞ്ഞുങ്ങളില്ല പല ആളുകൾക്കും. IT മേഖലയിലും കാര്യങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിൽ എന്താണ്, ഭക്ഷണാഹാരത്തിന്റെ ഭക്ഷണമുണ്ട്, മദ്യപാനമുണ്ട്, അതുപോലെ തന്നെ രാത്രി കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഓവർ ഹീറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സെക്ഷൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട വൃത്തി, അതിന്റെ പ്രാധാന്യം, ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇതിനെയാണ് നിങ്ങൾ ഒരിക്കൽ ചർച്ച ചെയ്ത പോലെ ടൈറ്റ് ബ്രാ ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നു എന്നൊരു ചർച്ച നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ. യഥാർത്ഥത്തിൽ മീഡിയ മലയാളം ചെയ്യുന്നത് ഒരു സെക്ഷൽ എഡ്യൂക്കേഷനാണ്. ഈ ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ സമൂഹത്തിന്, ഈ കാണുന്ന പ്രേക്ഷകർക്ക് നൽകുന്നത്, സെക്സ് എന്ന് പറയുന്നത് ഇത്തരം ചർച്ചകളിലൂടെയും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഇരുട്ട് മുറിയിലോ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നിട്ടോ മാത്രം സംസാരിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഇത്തരം ചർച്ചകളിലൂടെ മാന്യന്മാര് വന്നിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കമ്പിക്കഥയൊന്നും കിട്ടിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണോ കമ്പിക്കഥ? ഈ കമ്പിക്കഥ എന്ന് പറയുന്ന സാധനം ഇവനെ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ, കമ്പിക്കഥ വായിച്ചിട്ടില്ലെങ്കിൽ പേര് ചില പുസ്തകങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഒന്നും വേണ്ട, ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ ഇരിക്കുക യഥാർത്ഥ കമ്പിക്കഥ എന്താണെന്ന് മനസ്സിലാവും. ഇത് കമ്പിക്കഥയല്ല. ഇത് വഴി തെറ്റാതിരിക്കാൻ, വഴി തെറ്റുക എന്നൊരു പ്രയോഗത്തോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ കൂടിയും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു സാധനമായി സെക്സ് മാറാതിരിക്കാൻ, പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്ത് ഇതിലോട്ടൊരു നിക്കർ ഇട്ടിട്ട് ഒരു പെണ്ണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും മദ്യത്തിന്റെ ലഹരിയിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കൂടിയും അവളെ കയറിപ്പോയി മാന്തരുത് എന്ന് പഠിപ്പിക്കുന്നതാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ. അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ ഇതിന് നോർമലൈസ് ചെയ്യണം. ഏത് വേദിയിലും ഇരുന്ന് സെക്സ് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ പോയി മാന്തില്ല. അങ്ങനെ മാന്തുന്ന ഒരുപാട് ചേട്ടന്മാർ നമ്മളെ നാട്ടിലുണ്ട്. ആ ചേട്ടന്മാരാണ് മാന്യതയുടെ പരിവേഷം ചിലപ്പോഴൊക്കെ ചമഞ്ഞ് ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ അത്തരം ആളുകൾ ഇനിയും കമന്റിലേക്ക് വരണം എന്നാണ് പറയാൻ. കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കണം. എന്തായാലും നമുക്ക് ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് കാണുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൃത്യമായി ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുക. നിങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ വേണമെന്ന് സ്വകാര്യ സ്കൂളുകൾക്കൊക്കെ നടപ്പിലാക്കാം. അങ്ങനെ പ്രത്യേക PTA ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ബോധമുണ്ടാക്കി കൊടുക്കുക. ഇനി വലിയ ആളുകൾക്കും കൂടെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം വലുതാണ്. കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ചു. പാർത്ഥം വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു പുസ്തകമുണ്ട്, കുറെ മുമ്പ് ഞാൻ വായിച്ചതാ, ഓഷോന്റെ പുസ്തകം, ലൈംഗികതയിൽ നിന്ന് അതിബോധത്തിലേക്ക്. ആ പുസ്തകത്തിന്റെ പേര്. അത് ഈ മാന്യരായിട്ടുള്ള എല്ലാവരും വായിക്കണം. അല്ല, ഓഷോയെ തന്നെ ഒരു ലൈംഗിക ഗുരുവായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ പുസ്തകം വായിക്കുമ്പോഴാണ് അതിനുള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത ആളുകൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം.